എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും നല്ല ആരും കുറവ് പറയില്ല. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മൂവിയാണ്. എല്ലാം ഇടയ്ക്കിടയ്ക്കൊക്കെ പേടിപ്പിച്ചു, പക്ഷെ അത് കൃത്യ എമൗണ്ടിലാണ്. ഹൊറർ മാത്രമല്ല, ഹൊററുണ്ട്, കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു കോംബോ പാക്കാണ്. അപ്പം ഏത് പ്രായക്കാർക്കും ഫാമിലി ആയിട്ടായാലും അല്ലാതെ ഇപ്പോൾ യൂത്തിനായാലും പിള്ളേർക്കായാലും എല്ലാവർക്കും വന്നിട്ട് കണ്ടു പോകാൻ 2 മണിക്കൂർ എൻജോയ് ചെയ്യാനുള്ള ഒരു നല്ല പടം. ഓ സൂപ്പറായിട്ട്. സുമതി പേടിപ്പിക്കുന്നിടത്ത് പേടിപ്പിച്ചു, ചിരിപ്പിക്കുന്നിടത്ത് ചിരിപ്പിച്ചു. സത്യം തിയേറ്ററിൽ തന്നെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം. നന്നായിരുന്നു, എല്ലാം നന്നായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞാൽ നമുക്ക് ഇറങ്ങിയപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇല്ല, അയ്യോ അതുണ്ട് അവിടെ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ. മെയിനായിട്ട് നമുക്ക് പോകുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ആദ്യം പോലെ ഉണ്ടല്ലോ, ഡൗട്ടുകൾ. പക്ഷെ അതെല്ലാം ക്ലിയർ ആക്കിയാണ് ഇതാക്കിയത്. ലാസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലാവും ഓക്കെ ഇതാണ്, ഒരു ഇതില്ലാതെ എല്ലാം നന്നായിരുന്നു. നമുക്ക് ഹൊറർ പാക്കിൽ നോർമലി കാണാവുന്ന മ്യൂസിക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ ടീസറിൽ കണ്ടത്, ട്രെയിലർ കണ്ടതല്ല. തിയേറ്ററിൽ കാണേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കെന്താ പറയാം, നമ്മളെ പിടിച്ചിരുത്തും, പ്രേക്ഷകനെ പിടിച്ചിരുത്തും. എനിക്ക് ഏറ്റവും വലിയ കാര്യം പറയാനുള്ളത് സ്ക്രിപ്റ്റാണ്. കാരണം ഇത്രയും വലിയ ഒരു കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു റിയൽ സുമതിയോളം ഓൾറെഡി ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എഴുതി പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ കുറച്ച് റിസ്ക്കാണ്. അത് അദ്ദേഹം എടുത്തും അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. എങ്ങനെയുണ്ട് സുമതിയോളം കണ്ടിട്ട്? എന്താ പറയാനുള്ളത്? സുമതിവളം കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. എന്താ കാര്യം? എന്താ? ഞാൻ അതിൻ്റെ അത് ചെറിയൊരു ഭാഗമാണ്. ഒരു സന്തോഷമുണ്ട് എനിക്ക്. സുമതിവളവ് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പണ്ടിങ്ങനെ കേട്ട് ഭയങ്കര പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ ആയിരുന്നു സുമതിവളവിൻ്റെ. പക്ഷെ അത് അഭിലാഷ് ചേട്ടൻ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ചേട്ടൻ നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും പശ്ചാത്തലം ആണെങ്കിലും ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് അവർ നല്ലൊരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ആർട്ടിസ്റ്റുകളെ പറയാൻ വേണ്ട, എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരാൾ അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല, എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ചെണ്ടോട്ടുകാരനും അടിപൊളിയായിരുന്നു. ചെണ്ടോട്ടുകാരൻ അത് ഞാനെങ്ങനെ പറയണ, ചെണ്ടോട്ടുകാരൻ അതിപ്പോ നമുക്കങ്ങനെ ഒരു ഓഡീഷൻ വഴി കിട്ടിയതാണ്. എനിക്കത് നമ്മൾ പറയാതെ പറ്റൂല. നമുക്ക് ഓഡീഷൻ വഴി കിട്ടിയതാണ്. അവർ ഓഡീഷൻ ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടി. അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് ബാക്കിയുള്ള ആളുകളൊക്കെ കണ്ട് ഇപ്പോൾ ഇത് സിനിമ കാണുന്ന ആൾക്കാരാണല്ലോ അത് വിലയിരുത്തുന്നത്. എന്തായാലും ഞാൻ സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് സുമതി വളവ് എന്ന് പറയുന്ന സിനിമ നല്ല ഒരു കോമഡി, എന്താ പറയാ, നല്ല അത്യാവശ്യം ഫാമിലി ഓഡിയൻസിനൊക്കെ വന്നിരുന്നത്. പേടിക്കുമെങ്കിലും പേടിക്കാനുള്ള ഒരു സംഭവമൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും പക്ഷെ അത് കുറെ കോമഡിയിൽ അതങ്ങനെ അവിടെ മാഞ്ഞു പോകും. പിന്നെ ഈ പേടിക്കുന്ന സംഭവങ്ങളൊക്കെ എന്തായാലും എൻ്റെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ സിനിമ. അപ്പൊ ആ ഒരു യക്ഷിക്കഥ, അതായത് എന്താ പറയാ, വിനയൻ സാറൊക്കെ ഒരുപാട് യക്ഷിക്കഥ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലുപരി ഭയങ്കര ഗംഭീരമായിട്ട് നല്ല രീതിയിൽ എന്താ പറയാ, അതിന്റെ ഡയറക്ടർ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ളത് സിനിമ, നല്ല നല്ല സിനിമകളെ സ്നേഹിക്കുന്ന സിനിമ പ്രേക്ഷകർ കണ്ടിട്ട് അതിന് ഒരു വിലയിരുത്തട്ടെ, പടം നല്ല വിജയമാക്കട്ടെ. ഞാനും കൂടി ഒരു ഭാഗമായതുകൊണ്ട് പടം നല്ല ഗംഭീരമായിട്ട് ആയിരിക്കും. ഓക്കെ, നല്ല എന്താ പറയാ, എല്ലാം നല്ല എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇപ്പൊ എന്താ, ഹൊറർ മാത്രമല്ല, കോമഡി ഉണ്ട്, ഇമോഷൻ ഉണ്ട്, പിന്നെ റൊമാൻസ് ഉണ്ട്. എല്ലാം ഒരു കോംബോ പാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫാമിലി എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് വന്നോ ഇന്ന കാറ്റഗറി ഒന്നുമില്ല. എല്ലാ ആൾക്കാർക്കും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് അങ്ങനെയല്ലേ തോന്നിയേ. പേടിക്കാൻ പറ്റില്ല, പ്രേക്ഷകർക്ക് അല്ല. ഇപ്പൊ നമുക്ക് എന്താ പറയാ, പേടിക്കുന്നിടത്ത് പേടിക്കുന്നുണ്ട് എങ്കിൽ ആ വളവിൽ തന്നെ നമുക്ക് ചിരിപ്പിക്കുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ ശരിക്കും നമ്മൾ ഹൊറർ പടം നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നിന്ന് ഒരു എന്താ പറയാ, വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ പടം തന്നെ. ഇനിയിപ്പോ ഓഡിയൻസ് പറയട്ടെ, ഇപ്പൊ നമ്മുടെ പടം കൂടെ ആയിട്ട് നമ്മൾ എന്തായാലും നമുക്ക് അത്രയും ഒരു ഇതുണ്ടാവുമല്ലോ. ഇനി ഇതെന്ന് പറയുമ്പോൾ വേണ്ട ഒരു ഡ്രീം പ്രോജക്റ്റ് കൂടെ ആയിരുന്നു. 2019 മുതലിൻ്റെ ഒരു വർക്കിലാണ്. അപ്പൊ നമുക്ക് അത്രയും അത് ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പൊ ഇതൊരു സ്ക്രീനിൽ വന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം.